വലിയ ആണവ ശക്തിയായിരിക്കാം, അമേരിക്കയെ വരെ വിറപ്പിക്കുന്ന വമ്പൻ സൈനിക ശേഷി ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും റഷ്യ നിരന്തരം പ്രതിസന്ധിയിലാവുകയാണ്. റഷ്യയെ ഏറ്റവും കൂടുതൽ കുഴക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം റഷ്യയുടെ മാപ്പ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ റഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. പക്ഷേ ഏറ്റവും വലിയ രാജ്യമാണെങ്കിൽ പോലും റഷ്യയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ തുലവും തുച്ഛമാണ്. സൈനികരൊക്കെ തന്നെയും റഷ്യയിൽ വളരെ കുറച്ച് മാത്രമാണുള്ളത്. അതുകൊണ്ട് തൊട്ടപ്പുറത്ത് ഉത്തര കൊറിയയിൽ നിന്നും സൈനികരെ വാടകയ്ക്കെടുത്താണ് യുക്രൈൻ യുദ്ധം പോലും റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം റഷ്യയ്ക്ക് ഇപ്പോൾ ജനസംഖ്യാ വർധനവ് വളരെയധികം വേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വ്ളാദിമിർ പുതിൻ നേരത്തെ തന്നെ സ്ത്രീകളുടെ വിവാഹം കഴിക്കാനുള്ള പ്രായമൊക്കെ കുറച്ച് കൊടുത്തിരുന്നു. സ്ത്രീക്കും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പ്രായം കുറച്ച് കൊടുത്തിരുന്നു. പോരാത്തതിന് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീയും പുരുഷനെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രത്യേക സ്ഥലം വേണം എന്നുള്ള പല റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ്. എന്തിനു പറഞ്ഞു, വിദ്യാർത്ഥിനികൾക്ക് പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ലൈസൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ റഷ്യയിലുള്ളത്. അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ, അവർ ഗർഭിണിയാവുകയാണെങ്കിൽ ആ കുഞ്ഞിനെ സർക്കാർ പല ആനുകൂല്യങ്ങളും നൽകുമെന്നുള്ള ആനുകൂല്യങ്ങളും ഇവിടെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലും ഫലം കാണാതെ പുതിയൊരു വിചിത്രമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് എത്തിയിരിക്കുകയാണ് റഷ്യ. രാത്രി 10 മണിക്ക് ശേഷം ഇനി റഷ്യയിൽ ഇൻ്റർനെറ്റ് കിട്ടില്ല എന്ന അനൗദ്യോഗികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം രാത്രി 10 മണിക്ക് ശേഷം സന്താനോൽപാദനത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്നും അതുകൊണ്ട് തന്നെ 10 മണിക്ക് ശേഷം ഇൻ്റർനെറ്റിൽ കളിച്ചുകൊണ്ടിരിക്കേണ്ട എന്നുമാണ് റഷ്യയുടെ നിലവിലുള്ള നിലപാട്. നേരത്തെ തന്നെ റഷ്യ യൂട്യൂബ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ വലിയ രീതിയിൽ സ്പീഡ് കുറച്ചിരുന്നു. അത് റഷ്യക്കെതിരെ യൂട്യൂബ് അജണ്ട ചലിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് രാത്രി 10 മണിക്ക് ശേഷം സമ്പൂർണ്ണമായി കട്ട് ചെയ്തിട്ടുകൊണ്ട്, റഷ്യയിൽ അങ്ങോളം ഇങ്ങോളം കട്ട് ചെയ്തിട്ടുകൊണ്ട് സന്താനോൽപാദനത്തിൽ ഏർപ്പെടാനാണ് റഷ്യ ഇപ്പോൾ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.